ഇങ്ങനെ പ്രൊഡക്റ്റ് ഒന്നും ആരും നനയ്ക്കാനായിട്ട് ധൈര്യപ്പെടില്ല. ഈ ഒരു ധൈര്യം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനാണ് 12 വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നത്. 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ ഒരു 4 മണിക്കൂർ വർക്ക്, അതിൽ കൂടുതലില്ല. അപ്പത്തെ കഴിയും. ബോർഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അകത്തേക്ക് വലിച്ച് അതിനെ കട്ട് ചെയ്ത് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ നമുക്ക് തിരികെ തരാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നേരിട്ട് കസ്റ്റമർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നേരിട്ട് കസ്റ്റമർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. F0 എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന് അടുത്തായിട്ട് കുറിച്ചിലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഐശ്വര്യ ട്രേഡിംഗ് കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ പാർട്ടിക്കൽ ബോർഡ്സ് ഉണ്ടല്ലോ, ഈ ഒരു പാർട്ടിക്കൽ ബോർഡ് വെച്ചിട്ട് നല്ല ക്വാളിറ്റിയിൽ നമ്മളെ ഫർണിച്ചറുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതും വളരെ ഭംഗിയായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ചെയ്തു തരുന്ന ഒരു കമ്പനിയാണ് ഐശ്വര്യ ട്രേഡിങ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു പ്രൊഡക്ഷൻ നമുക്ക് കാണണ്ടേ? നേരെ ഐശ്വര്യ ട്രേഡിംഗ് കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. ഐശ്വര്യ ട്രേഡിംഗ് കമ്പനിയുടെ ഓണർ സുധീർക്കാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. നിങ്ങൾ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? നമ്മളിത് 2008 ഈ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓരോ പ്രോഡക്റ്റുകളും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ, ഇവിടുന്ന് എടുത്തിട്ട് മാർക്കറ്റിംഗ് സിസ്റ്റം ആണോ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കം മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്, അതിനെ കുറിച്ചൊന്നും അറിയണം. നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മൾ A to Z കാര്യങ്ങൾ നമ്മുടെ ഫാക്ടറിയിൽ തന്നെ ചെയ്യുന്നതാണ്. നമ്മളിവിടെ ആദ്യം ചെയ്യുന്ന കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഡിസൈനിങ് ആണ്. ഡിസൈനിങ്ങിന് നമുക്ക് പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. സോഫ്റ്റ്വെയർ ഡിസൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിനകത്ത് കട്ടിങ്ങിലേക്കാണ് വരുന്നത്. കട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഹെവി മെഷീനറി ആണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന മെഷീനറി ആണ്. നമുക്ക് ഈ മെഷീനറിയിലേക്ക് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ആഡ് ചെയ്ത് കഴിഞ്ഞ് ബോർഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അകത്തേക്ക് വലിച്ച് അതിനെ കട്ട് ചെയ്ത് അതിന്റെ കറക്റ്റ് അളവുകളാക്കി നമുക്ക് ഈ പ്രൊഡക്റ്റിനെ നമുക്ക് തിരികെ തരാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് മെഷർമെന്റ് ആണോ നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്നത് അതേ അളവിൽ നമുക്ക് ആ പ്രൊഡക്റ്റിന് ഒരു പോലും വ്യത്യാസമില്ലാത്ത രീതിയിൽ തിരികെ തരും. ഇതിന് ശേഷം ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത മെഷീനറിയിലേക്ക് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൈഡ് നമുക്ക് ഇതേ സെയിം കളർ ഉപയോഗിച്ച് ടേപ്പ് ചെയ്യണം. അതിനുള്ള നമ്മുടെ മിഷണറിയിലേക്കാണ് അടുത്തത് പോകുന്നത്. അതാണ് ഈ കാണുന്ന മിഷണറി. ഇതിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ അറ്റത്ത് നിന്ന് മിഷന്റെ അങ്ങേ അറ്റം ചെല്ലുമ്പോഴേക്കും കട്ട് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് അതിന്റെ ഒരു ഫൈനൽ സൈഡ് ക്ലിയർ ചെയ്ത് രണ്ട് സൈഡും ഒരേ രീതിയിലാകുന്ന രീതിയിൽ നമുക്ക് ലഭ്യമാകും. സൈഡൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തു അല്ലേ? സൈഡെല്ലാം കവർ ചെയ്യും. അടുത്തത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പോകുന്നത് നമ്മുടെ ഈ കാണുന്ന മിഷ്യത്തിലേക്കാണ്. ഈ മിഷ്യത്തിൽ വരാമെന്ന് പറഞ്ഞാൽ ഇതിന് അളവുകളൊന്നും നമ്മൾ മാർക്ക് ചെയ്യണ്ട മാനുവലായിട്ട്. ഇതെല്ലാം മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിന്റെ എന്താണോ പ്രോഗ്രാമിലുള്ളത് അത് വെച്ച് അതിന്റെ ഭാഗങ്ങളെല്ലാം ഹോളുകളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് ഹിഞ്ചസിന്റെ ആയാലും ലോക്കിന്റെ ആയാലും എല്ലാ ഹോളുകളും കറക്റ്റായി ചെയ്ത് നമുക്ക് പുറത്തേക്ക് തരും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ്ങും പാക്കിങ്ങും ആണ്. ഇത് നേരെ പാക്കിംഗ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇത് നമ്മളൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നില്ലേ? പ്രൊഡക്റ്റ് ആക്കി കൊടുക്കേണ്ടവർക്ക് ഇവിടെ തന്നെ വെച്ച് ഫാക്ടറിയിൽ തന്നെ വെച്ച് നമ്മൾ പ്രൊഡക്റ്റ് ആക്കി കൊടുക്കും. അതല്ലാത്തവർക്ക് നമുക്ക് ഇപ്പൊ ഒരു വലിയ ഫ്ലാറ്റിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഒന്നും മുകളിലേക്ക് കയറ്റുന്നത് നമുക്ക് പ്രായോഗികമല്ല. ഈ രീതിയിൽ ഫിറ്റ് ചെയ്തതിനു ശേഷം ഓരോ ബോക്സുകളായിട്ടാണ്. ഒരു ബെഡ്റൂം സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ബോക്സ് ഉള്ളൂ, ചെറിയ ബോക്സുകൾ. ഈ ബോക്സ് മുകളിൽ ചെന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ പ്രൊഡക്റ്റ് ആയി മാറി. എന്തൊക്കെ പ്രോഡക്റ്റ് നിങ്ങളോട് നിർമ്മിക്കുന്നത്? ചെറിയ ബെഡ് സൈഡ് മുതൽ കുട്ടികൾക്ക് ആവശ്യമായ സ്റ്റഡി ടേബിള്, ഓഫീസ് ഫർണിച്ചറുകൾ, ഹൗസ് ഫർണിച്ചറുകൾ, നമുക്ക് വീട്ടിലേക്കുള്ള ബെഡ്റൂം സെറ്റ്, ലിവിംഗ് റൂമിലുള്ള ചെറിയ ചെറിയ ഫർണിച്ചറുകൾ എല്ലാം നമ്മളിവിടെ ചെയ്യും. എന്താണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. എന്ത് ഡിസൈനിലും എന്ത് കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾ ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒക്കെ ഏതാണ്? ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ വുഡോണിന്റെ പാർട്ടിക്കിൾ ബോർഡ്, സെഞ്ചുറിയുടെ ബോർഡ്, അങ്ങനെയുള്ള നല്ല നല്ല കമ്പനികളുടെ ബോർഡുകൾ മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നോർമൽ സ്റ്റേജിലുള്ള ഫർണിച്ചറുകൾക്കാണ് ഈ ബോർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ വുഡോൺ പുറത്തിറക്കിയിരുന്ന ഹൈ ഡെൻസിറ്റി പാർട്ടിക്കൽ ബോർഡ് എന്നൊരു ബോർഡ് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അതിനെന്ത് ഗുണം എന്ന് വെച്ചാൽ 12 വർഷം നമുക്ക് വാറണ്ടി നടക്കാം. നോർമൽ ബോർഡുകൾ നമുക്ക് വെള്ളം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചീർത്തു വരുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ബോർഡ് എന്ന് പറയുന്ന ഈ നനഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, നമുക്ക് പ്രൊഡക്റ്റ് 12 വർഷം വാറണ്ടി കൊടുക്കാം. വെള്ളം തട്ടിയാലും കുഴപ്പമില്ല. അടിപൊളി. ഇനി എനിക്കറിയേണ്ട ചില കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു കൊടുക്കും. നമ്മുടെ അടുത്ത് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്ന ടീമുണ്ട്. നമ്മുടെ ഡിസൈനിങ് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് നമ്മളെല്ലാം ഫിനിഷ് ചെയ്ത് നമുക്ക് അവരുടെ ഫ്ലാറ്റിലായാലും വീട്ടിലായാലും ഓഫീസിലായാലും നമ്മൾ അവിടെ ചെന്ന് അളവെടുക്കേണ്ടതാണെങ്കിൽ അളവെടുത്ത് അങ്ങനെ പോയിട്ട് നിങ്ങൾ അളവെടുത്തും ചെയ്തു കൊടുക്കും. അതല്ലെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ ഈ ബോക്സിൽ വരുന്ന ഐറ്റംസ് അവിടെ ഇൻസ്റ്റാളേഷൻ മാത്രം നമ്മൾ സൈറ്റിലിട്ട് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തീർച്ചയായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻസ്റ്റാളേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ ഒരു 4 മണിക്കൂർ വർക്ക്, അതിൽ കൂടുതലില്ല. അപ്പോഴത്തേക്ക് കഴിയും. ബാക്കി എല്ലാ പരിപാടി ഇവിടുന്ന് കഴിഞ്ഞു, എല്ലാ പണി ഇവിടുന്ന് കഴിഞ്ഞ് പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്താണ് ഇവിടുന്ന് ഈ പ്രൊഡക്റ്റ് പോകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ സമയത്തൊക്കെ കസ്റ്റമേഴ്സിന് പല കളേഴ്സിനോട് താല്പര്യം ഉണ്ടാവും.
അങ്ങനെ കളേഴ്സ് ഒക്കെ നിങ്ങൾ ഒരു ഓപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വൈറ്റ് സ്പെഷ്യൽ കളറുകൾ വേണമെങ്കിൽ ആ കളറ്, അതല്ലാതെ വുഡ് ഗ്രെയിൻസുകൾ, എല്ലാ കളറുകളും, ഏത് കളറാണെങ്കിലും അത്യാവശ്യപ്പെട്ട എല്ലാ കളറുകളും നമ്മളോട് ഓൾറെഡി ചെയ്തു വെച്ച പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത് കൂടാണ്ട് കസ്റ്റമർ ആവശ്യപ്പെടുന്ന കളർ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. കസ്റ്റമർ ആവശ്യപ്പെടുന്ന കളർ ചെയ്തു കൊടുക്കുമ്പോൾ ചെറിയ ടൈം ഡിലേ ഉണ്ടാവും, സമയത്തിന്റെ ചെറിയൊരു ഡിലേ ഉണ്ടാവും. അത് നിങ്ങൾ ആദ്യം ഓൾറെഡി പറഞ്ഞു കൊടുക്കുമല്ലോ, പറഞ്ഞു കൊടുക്കും, ഇത്ര സമയം കൊണ്ട് ഏകദേശം ആവുക ചെയ്തു കൊടുക്കും. ഇനി ഫൈനലായിട്ട് അറിയേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് ഒക്കെ വരുന്നത്? മാർക്കറ്റിംഗ് നമ്മൾ 3 രീതിയിലാണ് നിലവിൽ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ ചെയ്യുന്നുണ്ട്, ഡീലർ ത്രൂ ചെയ്യുന്നുണ്ട് 2. മൂന്നാമത് നമ്മൾ പുതിയതായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്നതാണ് ഡയറക്റ്റ് ടു കസ്റ്റമർ, നേരിട്ട് കസ്റ്റമേഴ്സിന് നമ്മുടെ ഫാക്ടറി അവിടെ അത് പ്രത്യേക ഒരു വിങ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിയാ. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നേരിട്ട് കസ്റ്റമർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നേരിട്ട് കസ്റ്റമർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഇത്രയാണ് ഐശ്വര്യ ട്രേഡിംഗ് കമ്പനിയുടെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്നല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പാർട്ടിക്കൽ ബോർഡ് വെച്ചിട്ടുള്ള ഫർണിച്ചറുകൾ ചെയ്യുന്ന ഒരു കമ്പനി, അതും എന്തോ ഒരു ഭംഗിയായിട്ടാണല്ലോ ഓരോന്നും ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നേരിട്ട് വീടുകളിലേക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനും കൂടി ഐശ്വര്യ കമ്പനി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.